ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് ആണിത്. ആരെങ്കിലും ഉണ്ടോ? പേടിയാണ് കേട്ടോ, ഒരു ശബ്ദം കേട്ടി എനിക്ക്. ഹലോ, ആരാണിത്? അൽ മദാം പ്രേതനഗരം ഷാർജ എമിറേറ്റിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ നിഗൂഢതകൾ തേടിയുള്ളതാണ് ഈ യാത്ര. മദാം എനിക്ക് എന്നും യാത്ര ചെയ്യുവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അൽ മദാം എന്നതിന്റെ അർത്ഥം സ്ഥിരം അല്ലെങ്കിൽ തുടർച്ച എന്നൊക്കെയാണ്. പണ്ട് വേനൽക്കാലത്തും ശൈത്യകാലത്തും ഒക്കെ ഈ പ്രദേശത്ത് തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു. അതിൽ നിന്നുമാണ് ഈ മദാം എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. മദാം ടൗണിൽ നിന്നും വെറും 4 കിലോമീറ്ററോളം അല്പം ഓഫ് റോഡിലൂടെ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. ഇവിടേക്കുള്ള യാത്ര നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കില്ല. കാരണം നിരവധി ഫാമുകളും റോഡ് മുറിച്ച് അല്ലെങ്കിൽ റോഡിന്റെ വശങ്ങളിലൂടെ കൂട്ടമായി നടന്നു നീങ്ങുന്ന ഒട്ടകങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. UAE-യിൽ ഏറ്റവും കൂടുതൽ ആട്ടുംകൂട്ടങ്ങൾ അല്ലെങ്കിൽ ഒട്ടകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മദാമിലാണ്. അവസാനം ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി. ഭിത്തിയിൽ ഒന്നും എഴുതുവാൻ പാടില്ല എന്ന ഒരൊറ്റ ബോർഡ് മാത്രമേ ഇവിടെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. കാരണം എന്താണെന്ന് പിന്നീട് മനസ്സിലാകും. മാത്രമല്ല, ഈ ബോർഡ് ഒരുപക്ഷെ എഴുതേണ്ടിയിരുന്നത് മലയാളത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ ഗോസ്റ്റ് വില്ലേജിലേക്ക് കിടക്കുകയാണ്. ഷാർജയുടെ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ഈ അൽ മദാം ബറീഡ് വില്ലേജ് 1970-കളിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൊതുഭവന പദ്ധതിയാണ്. 2 നിരകളിലായുള്ള മണൽ നിറഞ്ഞ വീടുകളും ഒരു പള്ളിയുമൊക്കെ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം. കഠിനമായ മരുഭൂമി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ശക്തമായുള്ള മണൽ നുഴഞ്ഞുകയറ്റവും കാരണം 10-60 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന അൽ കുത്തുബി ഗോത്രം ഉപേക്ഷിച്ചതായിരിക്കാം ഇത്. അല്ലെങ്കിൽ പ്രേതശല്യം കാരണമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. എന്തായാലും ഇന്ന് ഇത് ഒരു ജനപ്രിയവും വിചിത്രവും സൗജന്യവുമായി സന്ദർശിക്കാവുന്നതുമായ വിനോദസഞ്ചാര ആകർഷണമായി ഷാർജ മുനിസിപ്പാലിറ്റി ഇതിനെ അതേ രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു. ഞാനിപ്പോൾ ഉള്ള ശരിക്കും ഈ വില്ലേൻ്റെ റൂഫിൻ്റെ അടുത്താണുള്ളത്. ഇത്ര ഹൈറ്റിൽ വരെയാണ് മണൽ കയറിയിട്ടുള്ളത്. ഇത് കണ്ടോ, നീ കാണാൻ പറ്റും. നമുക്കിങ്ങനെ നടന്നിട്ട് ഇനി ടെറസ് വരെ പോവാം മണലിൽ കൂടി. 1970-കളിലും മറ്റും ഇവിടുത്തെ ബദൂയിൻ ട്രൈബ്സിന് വേണ്ടിയിട്ട് നിർമ്മിച്ച വില്ലകളൊക്കെയാണിത്. അപ്പം ഇവിടുത്തെ അവർ ഇവിടം വിട്ടുപോയി. അതിനുശേഷമാണ് ഇങ്ങനെ വീടുകളിലൊക്കെ മണലൊക്കെ കയറി. ഇതിൻ്റെ പിന്നിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ജിന്നുകളുടെ ശല്യം കാരണം, പ്രേതശല്യം കാരണമാണ് ഇവരിത് ഒഴിവായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഒരാളെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഭീതിപ്പെടുത്തുന്നൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. ഇത് കണ്ടു, ഇത്രയും ഭാഗം ഇവിടെ ഈ മണൽ കയറിയിരിക്കുകയാണ്. ഓ, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. ഓരോ റൂമിലേക്ക് ഇങ്ങനെ പോകുമ്പോഴും പേടിയാണ്. മൈ ഗോഡ്. ഞാൻ നടക്കുമ്പോൾ എൻ്റെ എക്കോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമ്പോൾ പേടിയാണ്. പ്രേതം ഉണ്ടാവോ, ജിന്നുണ്ടാവോ നോക്കാം. അവിടെ ഒരു വില്ല കാണുന്നുണ്ട്, അവിടെ പോയി നോക്കാം. മലയാളികളുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അഭിലാഷ്, മിഥുൻ നാട്ടിൽ ബസ് സ്റ്റാൻഡിലൊക്കെ എഴുതി വെക്കുന്ന പോലെ, കൊല്ലക്കാരെ നിനക്കൊന്നും ശരിക്കും അറിയില്ല, കൊല്ലക്കാരെ നിനക്കൊന്നും ശരിക്കും അറിയില്ല എന്ന്. അമൽ, സൗദ്, അലൻ, മലയാളികൾ തനി കുണം കാണിച്ചിട്ടുണ്ട്. നിശബ്ദത കണ്ടോ? ഓ, ഭയങ്കര നിശബ്ദത കണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? ശബ്ദം കേട്ടിനി.
ഈ റൂം ശരിക്കും പേടിയാണ് കേട്ടോ. ഹലോ, ആരാണത്? ഹലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് ആണിത്. ഇത് കുറച്ചും കൂടി ആഡംബരം നിറഞ്ഞതായിരുന്നു. കാരണം ഇതിൻ്റെ വാൾ ഇത് കണ്ടോ, പില്ലറൊക്കെ കണ്ടോ? അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലെ നല്ല ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. ഇതിലിറങ്ങാം. അതായത് സത്യം പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രദേശം ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് മുകളിൽ എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം. മേ ബി ചൂടിന് വാർപ്പിൽ നിന്ന് സംഭവിക്കുന്നതാണ് എന്തായാലും ടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ശരിക്കും പേടിയായി പോകും. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ പ്രദേശത്ത്. ഇതൊരു മരുഭൂമിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് കെട്ടിടുന്ന വില്ലയാണ്. പണ്ടത്തെ കാലത്ത് അവർ വാൾപേപ്പറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടോ, നല്ല വാൾപേപ്പറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത വീടിൻ്റെ മേൽക്കൂര വരെ മണൽ കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് ആരെങ്കിലും കാണും? ഹലോ, മൈ ഗോഡ്, ഇത് കണ്ടോ? ഈ റൂമൊക്കെ കണ്ടോ? മൊത്തം മണൽ കയറിയിരിക്കുകയാണ്. മൈ ഗോഡ്, സീ. ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും, ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ഫീൽ ആവുമെന്ന് അറിയില്ല കേട്ടോ. അത്രയും ഭയങ്കരമായിട്ട് മണലടിച്ച് കയറിയിരിക്കുകയാണ്. അടുത്ത കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഗേറ്റ് കടന്ന് ഇതൊരു ഗേറ്റിൻ്റെ അകത്ത് കൂട്ടുകുടുംബമായിരുന്നല്ലോ. അപ്പം അവർ ഒരുമിച്ച് താമസിച്ചിരുന്നതാണ്. ഇവിടെ ഒരു കുടുംബം, ഇവിടെ ഒരു കുടുംബം. വീട് കംപ്ലീറ്റിന്റെ ഒരു ഭാഗം മൊത്തം മണ്ണിനടിയിലായി. ഈ പകുതി മാത്രമേ ഇങ്ങോട്ടുള്ളൂ. വീട് കംപ്ലീറ്റിന്റെ ഒരു ഭാഗം മണ്ണിനടിയിലായി. ഈ പകുതി മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ബാക്കിയെല്ലാം മണ്ണിനടിയിൽപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരു പള്ളി കാണാം കേട്ടോ. രസമുണ്ട് കാണാൻ. കാരണം ഒരു ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ടൊരു മരുഭൂമിൻ്റെ നടുവിൽ ഒരു പള്ളി. ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ പള്ളി. പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ല, നിസ്കാരമൊന്നും നടക്കുന്നില്ല. ആൾക്കാർ വീട് ഒഴിവാക്കി പോയ സമയത്ത് പള്ളിയും ഒഴിവാക്കിയിട്ട് പോയി. ആരുമില്ല ഇപ്പോൾ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു മിനാരം ഉണ്ടല്ലേ. ഇവിടെയായിരുന്നു പള്ളിയുടെ പണ്ട് പോകുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഒള്ളൂ എടുക്കുന്നത്. പേടിച്ചോ? എന്താ അറിയോ, എന്തൊരു അരണ പോലത്തെ സാധനം പെട്ടെന്ന് പോയപ്പോൾ പേടിയായിപ്പോയി. ഇത് കുറച്ച് അഗാധ ഗർത്തത്തിലാണ് ഈ വീടുള്ളത്. ദാറ്റ് ഈസ് ചാൻസ് ഫോർ. ഇവിടെ കാണും കേട്ടോ. ഹലോ, ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ അവസാനമായിട്ടൊന്ന് ചോദിക്കുകയാണ്, ഒരു ജിന്നെങ്കിലും വരുമോ? ഇതെന്താ അറിയില്ല. ഇനി ജിന്നിനെ ആണി തുറപ്പിച്ചിട്ട് പണ്ടൊക്കെ
അതുപോലെ ചെയ്താണോ അറിയില്ല. അൽ മദാം ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ അൽ ഖുറൈഫ എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം മണൽക്കൂനകൾക്ക് വീടുകളെ എത്ര വേഗത്തിൽ വിഴുങ്ങാൻ കഴിയുമെന്ന് നമ്മെ കാണിക്കുന്നു. 1970കളുടെ അവസാനത്തിലോ 2000ങ്ങളുടെ തുടക്കങ്ങളിലോ താമസക്കാർ മികച്ച സൗകര്യങ്ങളുള്ള ആധുനിക വീടുകളിലേക്ക് മാറിയതിനാൽ ഈ വീടുകൾ വലിയ തോതിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഭൂമി വീണ്ടെടുക്കാനുള്ള പ്രകൃതിയുടെ അപാരമായ ശക്തിയും നമുക്ക് ഇവിടെ കാണാം. ഷാർജയിലെ അൽ മദാം ബറീഡ് വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം രസകരമായ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ഗുഡ് ബൈ.